NRI വാർത്തകൾ. സൗദി കമ്പനിയിലെ ഇന്ത്യൻ തൊഴിലാളികളെ പിരിച്ചുവിട്ടതിലിടപെട്ട് കേരള ഹൈക്കോടതി തൊഴിലാളികൾക്ക് നിയമസഹായം നൽകണമെന്ന് ഇന്ത്യൻ എംബസിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേരള ഹൈക്കോടതി. 2020-21 കാലഘട്ടത്തിൽ സൗദി അറേബ്യയിലെ തൊഴിൽ നിയമ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നാസർ അൽ ഹാജരി പാർട്ട്നേഴ്സ് കമ്പനിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇന്ത്യൻ തൊഴിലാളികൾക്കാണ് സേവന ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നിയമസഹായം നൽകണമെന്ന് ഇന്ത്യൻ എംബസിയോട് കേരള ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിരിച്ചുവിടപ്പെട്ട 5 തൊഴിലാളികൾ ചേർന്ന് പ്രവാസി ലീഗൽ സെല്ലിന്റെ സഹായത്തോടെ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ സുപ്രധാന ഉത്തരവ്. കേരളത്തിൽ നിന്നുള്ള 140ഓളം തൊഴിലാളികളാണ് കോവിഡ് കാലത്ത് നിയമം ലംഘിച്ച് പിരിച്ചുവിട്ടത്. 2 മാസത്തിനകം സർവീസ് ആനുകൂല്യങ്ങൾ നൽകാമെന്ന് കമ്പനി ഉറപ്പു നൽകിയിരുന്നെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല. തുടർന്ന് തൊഴിലാളികൾ NRI കമ്മീഷനെ സമീപിച്ചെങ്കിലും എംബസിയിൽ നിന്നും സാക്ഷ്യപ്പെടുത്തിയ തിരിച്ചറിയൽ രേഖകൾ ഇല്ലെന്ന കാരണം പറഞ്ഞ് കേസുകൾ അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്ന് തൊഴിലാളികൾ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് 2025 ഓഗസ്റ്റ് 21 വന്ന വിധിയിൽ തൊഴിലാളികളുടെ ദുരവസ്ഥ കോടതി അംഗീകരിക്കുകയും അവരുടെ പരാതികൾ ഇന്ത്യൻ എംബസി സൗദി വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് കൈമാറിയിട്ടുണ്ടെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ തൊഴിലുടമ സൗദി കമ്പനിയായതിനാൽ തുടർന്നുള്ള നടപടി സൗദി സർക്കാരിന്റെയും തൊഴിൽ അധികാരികളുടെയും പരിധിയിലാണ് വരുന്നതെന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ തടയപ്പെട്ട സേവന ആനുകൂല്യങ്ങൾക്കായി തൊഴിലാളികൾ സൗദി തൊഴിൽ മന്ത്രാലയത്തെ സമീപിക്കുന്ന പക്ഷം സൗദിയിലെ ഇന്ത്യൻ എംബസി ആവശ്യമായ എല്ലാ സഹായവും നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്കൂൾ സന്ദർശിക്കുന്നതിനും കുട്ടികളെ എത്തിക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും കർശന നിബന്ധനകളുമായി അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് വിദ്യാർത്ഥികളെയോ സ്കൂൾ ജീവനക്കാരെയോ ഉപദ്രവിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും വകുപ്പ് അറിയിച്ചു. സ്കൂൾ സന്ദർശിക്കുന്നതിനും കുട്ടികളെ എത്തിക്കുന്നതിനും തിരിച്ചുകൊണ്ടുപോകാനും നിബന്ധനകൾ കർശനമാക്കിയാണ് അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ്. സദുദ്ദേശപരമായ സ്കൂൾ സന്ദർശനം അനുവദിക്കാനോ നിഷേധിക്കാനോ പ്രിൻസിപ്പൽമാർക്ക് അവകാശമുണ്ട്. ഇതിന്റെ ഭാഗമായി ചില നിബന്ധനകൾ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്കൂൾ സുരക്ഷാ ഗേറ്റിൽ പേരെഴുതി ഒപ്പിട്ട ശേഷം അകത്ത് കടക്കാവൂ. സെക്യൂരിറ്റി നൽകുന്ന പ്രവേശന പാസ് വ്യക്തമായി കാണത്തക്ക വിധം ധരിക്കണം. തിരിച്ചു പോകുമ്പോൾ പാസ് സെക്യൂരിറ്റിയെ ഏൽപ്പിക്കണം. സന്ദർശിക്കേണ്ട ഉദ്യോഗസ്ഥന്റെയോ അദ്ദേഹത്തിന്റെ ഭാവത്തിൽ പകരക്കാരന്റെയോ അനുമതിയില്ലാതെ മറ്റിടങ്ങളിലേക്ക് പോകരുത്. അനുവാദമില്ലാതെ ക്ലാസ് മുറിയിലേക്ക് പ്രവേശിക്കരുത്. സ്കൂൾ സന്ദർശിക്കുന്നവർ എമിറേറ്റ്സ് ID കരുതണം. ആഗമനാദേശം വ്യക്തമാക്കണം. സന്ദർശകന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പാക്കണം. സ്കൂളിന്റെയോ പ്രിൻസിപ്പൽ ഉൾപ്പെടെ അംഗങ്ങളുടെയോ ഡേറ്റ, രേഖകൾ, റെക്കോർഡ് എന്നിവയുടെ പകർപ്പ് നൽകുന്നുണ്ടെങ്കിൽ അക്കാര്യം രേഖാമൂലം എഴുതി സൂക്ഷിക്കണം. കൂടാതെ പിക്കപ്പ് നിയമങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാതാപിതാക്കൾക്കോ രേഖാമൂലം ചുവപ്പെടുത്തിയ ആൾക്കോ മാത്രമേ വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കാനും തിരികെ കൊണ്ടുപോകാനും അനുവദിക്കൂ. സ്ഥിരം എൻട്രി പെർമിറ്റ് ഇല്ലാത്ത ഒരാൾ മക്കളെ കൂട്ടാൻ എത്തുന്നുണ്ടെങ്കിൽ ഇക്കാര്യം യഥാസമയം സ്കൂൾ അധികൃതർ, സെക്യൂരിറ്റി ഗാർഡ്, അധ്യാപകർ, സൂപ്പർവൈസർമാർ എന്നിവരെ അറിയിച്ച് നടപടി സ്വീകരിക്കണം. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തി വിദ്യാർത്ഥിയെ സ്വീകരിക്കാൻ എത്തുമ്പോഴും തിരിച്ചു പോകുമ്പോഴും എമിറേറ്റ്സ് ID പരിശോധിച്ച് ഉറപ്പാക്കണം. കുട്ടിയുടെ സ്കൂൾ തിരിച്ചറിയൽ കാർഡ് ഒത്തുനോക്കി ഉറപ്പാക്കണം. കൂടാതെ വിദ്യാർത്ഥികളെയോ സ്കൂൾ ജീവനക്കാരെയോ ഉപദ്രവിക്കുകയോ മോശമായി പെരുമാറുകയോ വഞ്ചിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഇത്തരം സംഭവങ്ങൾ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും അഡൈക് ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് ചെയ്യുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മരുന്ന് നൽകാൻ പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ. പ്രമേഹം, രക്തസമ്മർദ്ദം, ആസ്മ തുടങ്ങി വിട്ടുമാറാത്ത അവസ്ഥകളുള്ള വിദ്യാർത്ഥികൾക്ക് മരുന്ന് നൽകുന്നതിലാണ് പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. വിദ്യാർത്ഥികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിർദ്ദിഷ്ട മരുന്നുകളുടെ ഇനം, ഔദ്യോഗിക മെഡിക്കൽ റിപ്പോർട്ട് എന്നിവ ഉൾപ്പെടെ കൃത്യമായ ആരോഗ്യ വിവരങ്ങൾ നൽകാൻ സ്കൂൾ അധികൃതർക്കും രക്ഷിതാക്കൾക്കും നിർദ്ദേശം നൽകി. മാതാപിതാക്കളുടെ രേഖാമൂലമുള്ള മുൻകൂർ അനുമതിയില്ലാത്ത ആരോഗ്യ സേവനങ്ങൾ നൽകാൻ കഴിയില്ലെന്നും വ്യക്തമാക്കുന്നു. കുട്ടിക്ക് വിട്ടുമാറാത്ത അസുഖമുണ്ടെങ്കിൽ മാതാപിതാക്കൾ സ്കൂളിലെ അഡ്മിനിസ്ട്രേഷനെയോ നേഴ്സിനെയോ അറിയിക്കണം. സ്പെഷ്യലിസ്റ്റ് ഹെൽത്ത് കെയർ അതോറിറ്റി നൽകിയ ഏറ്റവും പുതിയ വിവരങ്ങൾ അടങ്ങിയ മെഡിക്കൽ റിപ്പോർട്ടും ഹാജരാക്കണം. സ്കൂൾ സമയങ്ങളിൽ വിദ്യാർത്ഥികളുടെ ആരോഗ്യം നിരീക്ഷിക്കാൻ ഇത് സഹായകമാകും. ആന്റിബയോട്ടിക്, ഇൻസുലിൻ തുടങ്ങി സ്കൂൾ സമയത്ത് മരുന്ന് നൽകേണ്ടതുണ്ടെങ്കിൽ ആ കാര്യം സ്കൂളിനെ പ്രത്യേകം അറിയിക്കണം. വിദ്യാർത്ഥിയുടെ പേര്, മരുന്ന്, അളവ്, സമയം എന്നിവ വ്യക്തമാക്കുന്ന ഒരു മെഡിക്കൽ കുറിപ്പടി സഹിതമാണ് മരുന്നുകൾ സ്കൂൾ ക്ലിനിക്കിൽ സമർപ്പിക്കേണ്ടത്. ആവശ്യമുള്ളപ്പോൾ മരുന്ന് സംഭരിക്കാനും നൽകാനും സ്കൂൾ ക്ലിനിക്കിനെ അനുവദിക്കുന്ന സമ്മതപത്രവും മാതാപിതാക്കൾ ഒപ്പിട്ട് നൽകണം. കായികക്ഷമതാ പരിശീലനത്തിൽ നിന്നോ അസംബ്ലിയിൽ നിന്നോ ഇളവ് ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ഈ കാര്യം സ്ഥിരീകരിക്കുന്നതിന് മെഡിക്കൽ റിപ്പോർട്ടും ഹാജരാക്കണം. കുട്ടികൾക്ക് സുരക്ഷിത ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കാൻ മാതാപിതാക്കൾ പൂർണ്ണമായി സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചു. യഥാർത്ഥ പാക്കറ്റിലുള്ള മരുന്നുകളാണ് ക്ലിനിക്കിൽ ഏൽപ്പിക്കേണ്ടത്. അവ വ്യക്തമായി ലേബൽ ചെയ്തിരിക്കണം. മരുന്നുകളുടെ പേര്, അളവ്, കഴിക്കേണ്ട വിധം, സമയം എന്നിവ അടങ്ങിയ ഡോക്ടറുടെ കുറിപ്പടിയും ഇതോടൊപ്പം ഉണ്ടായിരിക്കണം. ഇങ്ങനെ രക്ഷിതാക്കൾ എത്തിക്കുന്ന മരുന്നുകൾ രേഖപ്പെടുത്തി സ്കൂൾ ക്ലിനിക്കിൽ മതിയായ താപനില ക്രമീകരിച്ച് സൂക്ഷിക്കുകയും സമയബന്ധിതമായി കുട്ടികൾക്ക് നൽകുകയും വേണം.
ഇതു സംബന്ധിച്ച് എമിറേറ്റ് ഹെൽത്ത് സർവീസിന്റെ ഹെൽത്ത് സമ്മതപത്രം രക്ഷിതാക്കൾ ഒപ്പിട്ട് സ്കൂളിന് നൽകണം. ഇത് ചെയ്യാതെ മരുന്നുകൾ ബാഗിൽ ക്ലാസ്സിൽ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.